വാട്സ്ആപ്പ് ഗേസ് ബോക്സ്മേൻ നാസിമാണ്. അങ്ങനെ 2024 ഫ്രീഡം ഓഫേഴ്സ് ആമസോണിൽ വന്നിരിക്കുകയാണ്. ഫ്രീഡം സെയിൽ ആരംഭിച്ചിരിക്കുകയാണ്. 6-ാം തീയതി മുതൽ 12-ാം തീയതി വരെയാണ് ഈ ഒരു ഓഫർ വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ 12-ാം തീയതി കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടി ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. ഇത്തവണ അത്തരത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഏതായാലും ഒരുപാട് ഓഫറുകൾ നമുക്ക് ഫ്രീഡം സെയിലിൽ ആമസോണിൽ നിന്ന് വരുന്നുണ്ട്. ഇതേപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും വരുന്നുണ്ട്. ആമസോണിലെ കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ ഒരു ഓഫർ സമയത്ത് നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ഒന്നും നമുക്ക് ഈ ഒരു പല കമ്പനികളും തരുന്നില്ല. ഒരു നിശ്ചിത ഡിസ്കൗണ്ട് ഇട്ടതിന് ശേഷം ഒരു കൂപ്പൺ കോഡ് നമുക്ക് ആമസോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് കിഴിച്ചതിന് ശേഷം കാർഡുള്ള ആളുകൾക്ക്, ക്രെഡിറ്റ് കാർഡ് ഉള്ള ആളുകൾക്കാണ് കൂടുതലായിട്ടും ഓഫറുകൾ വരുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലീസിലോ ആർക്കെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. SBIയുടെ ക്രെഡിറ്റ് കാർഡ് വഴിയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഓഫറുകൾ വരുന്നത്. അതേപോലെ തന്നെ ICICIയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിലും വരുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാൻ ലിങ്ക്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഏതായാലും ആമസോണിൽ ഏതൊക്കെ തരത്തിലുള്ള ഓഫറുകളാണ് ഇത്തവണ ഈ ഒരു ഫ്രീഡം സെല്ലിൽ വന്നിരിക്കുന്നത് നോക്കാം. വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം വീഡിയോ കാണുക. അങ്ങനെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കുറച്ചുകൂടി ബൂസ്റ്റപ്പ് കിട്ടുന്നതായിരിക്കും. അല്ലാതെ കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ച് നിർദ്ദേശങ്ങൾ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും വെച്ചു കൊടുക്കുക. അതിമേപ്പിക്കേണ്ട നേരം വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ആദ്യത്തെ ഓഫർ നമുക്ക് സാംസങ് എന്ന് പറയുന്ന കമ്പനിയുടെ ഭാഗത്ത് നിന്ന് തുടങ്ങാം. സാംസങ് എപ്പോഴും ഓഫർ സെയിൽ വന്നു കഴിഞ്ഞാൽ ഫാൻ എഡിഷൻ ആയിട്ടുള്ള S21 FE എപ്പോഴും ഓഫർ ഇടുന്നുണ്ട്. ഇത്തവണ ഏകദേശം ഓഫറൊക്കെ കഴിച്ചതിന് ശേഷം 24,999 കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഈ ഒരു മൊബൈൽ ഫോൺ വൺ ഓഫ് ദ ബെസ്റ്റ് മൊബൈൽ എന്ന് പറയാം. സ്നാപ്ഡ്രാഗണിന്റെ 888 ചിപ്സെറ്റ് ഒക്കെ വെച്ചാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. 12 മെഗാ പിക്സലിന്റെ ക്യാമറ ആണെങ്കിൽ കൂടി നല്ല ക്വാളിറ്റി ഉള്ള പിക്ചേഴ്സും വീഡിയോസും നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ വഴി എടുക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ S21 FE ഫാൻ എഡിഷന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു മൊബൈൽ ഫോൺ ഹീറ്റ് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് S21 FE എല്ലാവരും ഒന്ന് തഴഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഏതായാലും എല്ലാ തവണത്തെ പോലെയും S21 FEക്കും ഇത്തവണ 24,999 ഏകദേശം 25,000 രൂപ അടുത്താണ് ഓഫറിൽ സാംസങ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ഓഫർ സെയിലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓഫർ എന്ന് പറയുന്നത് റിയൽമിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. റിയൽമിയുടെ GT സീരീസിലെ 60 എന്ന് പറയുന്ന ആ ഒരു മൊബൈൽ ഫോൺ 33,999 ഇറങ്ങിയ സമയത്ത് വന്നിരുന്നത്. പക്ഷേ ഈ ഒരു ഓഫർ ടൈമിൽ നമുക്ക് 25,999 ഇൻക്ലൂഡ് കൂപ്പൺ ആൻഡ് ബാങ്ക് ഓഫർ കിട്ടിയതിനു ശേഷം കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൊബൈൽ എന്ന് തന്നെ നമുക്ക് റിയൽമി GT60 പറയാം. ഇന്ത്യസ് ഫസ്റ്റ് സ്നാപ്ഡ്രാഗൺ 7+ Gen 3 ചിപ്സെറ്റുമായിട്ട് വന്നിരിക്കുന്ന മൊബൈൽ ഫോൺ ആണ് റിയൽമി GT60 എന്ന് പറയുന്നത്. 6000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ്, വേൾഡ് ബിഗ്ഗസ്റ്റ് പീക്ക് ബ്രൈറ്റ്നസ് എന്നാണ് ഇവർ ഇതിനെ പറയുന്നത്. 120 വാട്ടിന്റെ ചാർജർ സപ്പോർട്ട്, 5500 mAh ബാറ്ററി കപ്പാസിറ്റി, ഇതൊക്കെ കൂടി വരുന്ന നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 25,999 റിയൽമി GT60 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ പരിഗണിക്കാൻ പറ്റിയതാണ്. ഉറപ്പായിട്ടും ഈ ഒരു ഓഫർ സെയിലിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഈ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വർത്ത് തന്നെയാണ്. മോട്ടോയുടെ മൊബൈൽ ഫോൺ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ മോട്ടോ റൈസർ 40 അൾട്ര എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫോൺ നിങ്ങൾക്ക് നല്ല ഓഫറിൽ കിട്ടുന്നുണ്ട്. ഏകദേശം 1 ലക്ഷം രൂപയുടെ മുകളിലായിരുന്നു ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ നെക്സ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള 50 അൾട്ര ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഓഫർ സെയിലിൽ ഈ ഒരു മൊബൈൽ ഫോൺ ഏകദേശം 46,749 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു ഓഫറാണ്. ഒരു ഫ്ലിപ്പ് ഫോൺ നോക്കുന്ന ആളുകൾക്ക്, 50,000 രൂപയിൽ താഴെ നോക്കുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും പരിഗണിക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോൺ ആണ് മോട്ടോറോളയുടെ മോട്ടോ റൈസർ 40 അൾട്ര എന്ന് പറയുന്ന മൊബൈൽ ഫോൺ. 6.9 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 165 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, 30 വാട്ടിന്റെ ടർബോ ചാർജിങ്, ആൻഡ്രോയിഡ് 13 വരുന്നത്. എക്സ്റ്റേണൽ ഡിസ്പ്ലേ വരുന്നത് 3.6 ഇഞ്ച് ആണ്. ഏതായാലും ഈ ഒരു മൊബൈൽ ഫോൺ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വർത്തായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. 2024 ഫെബ്രുവരിയിൽ ഐക്യുവിന്റെ ഭാഗത്ത് നിന്ന് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. IQ Neo 9 Pro വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ആയിരുന്നു. ഈ ഒരു മൊബൈൽ ഫോൺ ഇറങ്ങിയ സമയത്തും 40,000 രൂപ, 39,999 ആയിരുന്നു. നമുക്ക് ഈ ഒരു ഓഫർ സെയിലിൽ 31,999 ഏകദേശം 8,000 രൂപയുടെ ഓഫറിൽ കിട്ടുന്നുണ്ട്. ഇൻക്ലൂഡ് ബാങ്ക് ഓഫർ കിഴിച്ചതിന് ശേഷമാണ് 31,999 ഈ ഒരു മൊബൈൽ ഫോൺ കിട്ടുന്നത്. ഏതായാലും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ IQ Neo 9 Pro എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ഉറപ്പായിട്ടും വർത്തായിട്ടുള്ള മൊബൈൽ ഫോൺ ആണ്. സ്നാപ്ഡ്രാഗണിന്റെ 8 Gen 2 ആണ് പ്രൊസസർ വരുന്നത്. മൊബൈൽ ഫോണിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് പ്രീമിയം ലെതർ ഫിനിഷ് ആണ് വരുന്നത്. ഒരു ഡബിൾ ടോൺ കളർ ആണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് യൂണിക് സ്ക്വയർ ക്യാമറാസ് വരുന്നുണ്ട്. ക്യാമറയുടെ ഭാഗത്ത് നിന്നാണെങ്കിലും അതേപോലെ തന്നെ പെർഫോമൻസിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും ബാറ്ററി കപ്പാസിറ്റിയുടെ ഭാഗത്ത് നിന്നാണെങ്കിലും ഒരു
ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള മൊബൈൽ ഫോണാണ് iQOO Neo 9 Pro എന്ന് പറയുന്നത്. 31,999 ഈ ഒരു മൊബൈൽ ഫോൺ വർത്ത് തന്നെയാണ്. ഏകദേശം 10,000 രൂപയുടെ വിലക്കുറവിലാണ് റിയൽമിയുടെ മറ്റൊരു ഫോൺ വരുന്നത്. റിയൽമി നാർസോ 70 Pro 5G എന്ന് പറയുന്ന മൊബൈൽ ഫോൺ 26,999 നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഈ ഒരു ഓഫർ സെയിലിൽ 16,249 ഈ ഒരു മൊബൈൽ ഫോൺ കിട്ടുന്നുണ്ട്. ഏകദേശം 9,500 രൂപയുടെ അടുത്താണ് ഓഫർ വരുന്നത്. ഇത് ഇൻക്ലൂഡിംഗ് കൂപ്പൺ ഓഫർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് 16,249 കിട്ടുന്നത്. കൂപ്പൺ കോഡൊക്കെ ഏതായാലും 1,250 രൂപ 1000 രൂപ ഒക്കെ വെറുതെ കിട്ടുന്നതാണ്. ഉറപ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തേക്കുക. കാർഡ് ഇല്ലാത്ത ആളുകൾക്ക് ഈ ഒരു കൂപ്പൺ കോഡ് ഉറപ്പായിട്ട് ഉപകാരപ്പെടും. സോണി IMX 890 എന്ന് പറയുന്ന OS സപ്പോർട്ടുള്ള ക്യാമറയാണ് വരുന്നത്. 67 വാട്ടിന്റെ സൂപ്പർ വൂക്ക് ചാർജ് വരുന്നുണ്ട്. ഹൊറിസോൺ ഗ്ലാസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ അൾട്രാ സ്മൂത്ത് AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. എയർ ഗസ്റ്റർ വരുന്നുണ്ട്. ഡിമെൻസിറ്റിയുടെ 7050 എന്ന് പറയുന്ന 5G ചിപ്സെറ്റ് ആണ് വരുന്നത്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. റിയൽമി നാർസോ 70 Pro 5G എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ഏകദേശം 16,249 ഓഫർ സെയിലിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. iQOOയുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു മൊബൈൽ ഫോൺ ഓഫർ സെയിലിൽ വരുന്നുണ്ട്. iQOO Z9 5G 24,999 ആണ്. ബാങ്ക് ഓഫറിന് ശേഷം നിങ്ങൾക്ക് 16,999 കിട്ടുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ പ്ലേലിസ്റ്റ് കൊടുത്തിരിക്കാൻ, ജസ്റ്റ് കയറി ഒന്ന് കണ്ടു നോക്കുക. iQOO Z9 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ അത്യാവശ്യം നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ ഉള്ള ഒരു മൊബൈൽ ഫോണാണ്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോണാണ്. OnePlusന്റെ ഭാഗത്ത് നിന്ന് Note CE4 7 Gen 3 പ്രൊസറായിട്ട് ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് പെർഫോമൻസ് തരുന്ന ഒരു മൊബൈൽ ഫോണാണ്. 24,999 ആണ്. ബാങ്ക് ഓഫർ കിഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് 21,999, 2,000 രൂപയുടെ ഓഫറേ ഉള്ളൂ. വലിയൊരു ഓഫർ അല്ല, എങ്കിലും ജസ്റ്റ് പരിഗണിക്കാൻ പറ്റിയൊരു മൊബൈൽ ഫോണാണ്. അത്യാവശ്യം ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, എങ്കിലും നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റിയ OnePlus ഫാൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു മൊബൈൽ ഫോണാണ് OnePlus Note CE4 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ OnePlusന്റെ Nord 4 ഈ ഒരു ഓഫറിൽ വരുന്നുണ്ട്. 29,999 ആണ്. 2,000 രൂപയുടെ ബാങ്ക് ഓഫറിന് ശേഷം 27,999 വരുന്നുണ്ട്. 5,500 mAh ബാറ്ററി കപ്പാസിറ്റിയിലാണ് ഇത് മികച്ച് നിൽക്കുന്നത്. OnePlus ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടേക്കാം. ഈ ഒരു ഓഫറുകളൊക്കെയാണ് അത്യാവശ്യം ബെനഫിറ്റ് ആയിട്ട് തോന്നുന്നത്. പിന്നെ ഐഫോൺ ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് ബാങ്ക് ഓഫർ കിട്ടിയതിനു ശേഷം 1000 രൂപയുടെ ഓഫർ, വലിയ ഓഫർ ഒന്നും അല്ല, ഏകദേശം 47 സംതിങ്ങിന് കിട്ടുന്നുണ്ട്. ഏതായാലും ഈ ഒരു ഓഫർ സെയിലിൽ ക്രെഡിറ്റ് കാർഡ് ഉള്ള ആളുകൾക്കാണ് മുൻഗണന എപ്പോഴും വരെ ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും കൊടുത്തിരിക്കുന്നത്. സ്പെഷ്യൽ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ SBIയുടെ ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം 10 തൊട്ട് 30% വരെയുള്ള ഓഫറുകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു ഓഫർ സെയിലിൽ മൊബൈൽ ഫോൺ ഒക്കെ എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലീസിൽ ആരെങ്കിലും കയ്യിൽ ഉണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു ഓഫർ സെയിലിൽ ഈ ഒരു ഓഫറുകളെല്ലാം മുതലാക്കിക്കൊണ്ട് ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ കൂപ്പൺ കോഡോ എല്ലാം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മൊബൈൽ ഫോണുകൾ എടുക്കാൻ നോക്കുക. ഏതായാലും ഇതൊക്കെയാണ് ആമസോണിൽ വന്നിരിക്കുന്ന അത്യാവശ്യം തരക്കേടില്ലാത്ത ഓഫറുകൾ എന്ന് പറയുന്നത്. ചില എൻട്രി ലെവൽ സ്മാർട്ട് ഫോണുകൾക്കും ലാപ്ടോപ്പുകൾക്കും അതുപോലെ തന്നെ ഹെഡ്ഫോണുകൾക്കൊക്കെ ഓഫറുകൾ വരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതിയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ട് എത്തിച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോടടുത്താണ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. നമ്മളിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു വീഡിയോ കാണുമ്പോൾ നാസിം ഈസ് സൈനിങ് ഓഫ്. താങ്ക് യു.